സുധാകരന്റെ കള്ളവോട്ടാരോപണം തോൽവി ഭയം മൂലമെന്ന എം.പി. ജയരാജൻ. കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ജയരാജന്റെ പ്രതികരണം. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്? അശ്വതി, കണ്ണൂരിൽ വോട്ടെടുപ്പിന് പിന്നാലെ UDF സ്ഥാനാർത്ഥി കെ സുധാകരൻ നടത്തിയ കള്ളവോട്ട് ആരോപണം അടിസ്ഥാനരഹിതവും കണ്ണൂരിലെ വോട്ടർമാരെ അപമാനിക്കുന്നതുമാണ് എന്നാണ് LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ, സുധാകരന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഉദ്യോഗസ്ഥർ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. കണ്ണൂരിലെ 1178 ബൂത്തുകളിൽ ഉദ്യോഗസ്ഥർ നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ 2 പരാതികൾ മാത്രമാണ് ഉയർന്നു വന്നത്. ഈ 2 പരാതികൾ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ അതും പരിശോധന നടത്തിയപ്പോൾ അതിൽ കഴമ്പില്ല എന്നുള്ള കാര്യവും കണ്ടെത്തി. കോൺഗ്രസ് നേതാവ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സൂക്ഷ്മ പരിശോധന നടത്തിയത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ കള്ളവോട്ട് ആരോപണം ഉന്നയിക്കാനുണ്ടായ കാരണം പരാജയ ഭീതിയിൽ നിന്നാണ് സുധാകരൻ ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചത് എന്നുള്ളതാണ് LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. കെ സുധാകരൻ ഒറ്റപ്പെട്ട സംഭവങ്ങൾ കണ്ണൂരിൽ ഉണ്ടായത്, ഇത്തരത്തിൽ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായത് UDF-ന് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള ബൂത്തുകളിലാണ്. അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇടതുപക്ഷത്തിന്റെ LDF-ന് കയ്യിലുണ്ട്. മുസ്ലിം ലീഗ് പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തതിന്റെ തെളിവുകൾ ഉണ്ട് എന്നുള്ള കാര്യവും LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടിച്ചു. മാത്രമല്ല, കെ സുധാകരൻ ഇത്തരത്തിൽ നടത്തിയിട്ടുള്ള ആരോപണം എല്ലാ തെരഞ്ഞെടുപ്പിലും ഉന്നയിക്കുന്ന ആരോപണമാണ്. മറ്റൊന്ന്, നേരത്തെ ഉദുമയിൽ കെ സുധാകരൻ മത്സരിച്ച സമയത്ത് ഉദുമയിൽ കള്ളവോട്ടിന് പരസ്യമായി ആഹ്വാനം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ അന്ന് വരികയും അത് വലിയ വാർത്തയാകുകയും ചെയ്തതാണ്. അത്തരത്തിൽ കെ സുധാകരനാണ് കള്ളവോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്നത്. ഈ ഒരു ഇപ്പോഴുണ്ടായിരിക്കുന്ന ആരോപണം, പരാജയ ഭീതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഈ ആരോപണം കണ്ണൂരിലെ വോട്ടർമാരെ മുഴുവൻ അപമാനിക്കുന്നതാണ് എന്നുള്ളതാണ് LDF നേതാക്കളായ MP ജയരാജനും KK രാഗേഷും KP സഹദേവനും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ UDF കണ്ണൂരിൽ നടത്തിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങൾ, കണ്ണൂർ അരിമ്പ്രയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ CPIM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ നടത്തിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങളും LDF നേതാക്കൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ചീമേനി മോഡൽ അക്രമമാണ് അരിമ്പ്രയിൽ നടന്നത്. വോട്ടെടുപ്പിന് ശേഷം കണക്കുകൾ പരിശോധിക്കുകയായിരുന്നു CPIM പ്രവർത്തകർക്ക് നേരെയാണ് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി ആക്രമണം നടത്തുകയും വീടുകൾ പൂർണ്ണമായി അടിച്ചു തകർക്കുകയും ചെയ്തത്. അത്തരത്തിൽ കണ്ണൂരിൽ പല സ്ഥലങ്ങളിലും വ്യാപകമായിട്ടുള്ള അക്രമ സംഭവങ്ങളാണ് UDF അഴിച്ചുവിട്ടത്. UDF നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ഏതായാലും സുധാകരൻ ഇപ്പോൾ നടത്തിയിരിക്കുന്ന ഈ കള്ളവോട്ട് ആരോപണത്തിൽ യാതൊരു തരത്തിലുള്ള കഴമ്പും ഇല്ല. അത് വോട്ടർമാരെ അപമാനിക്കുക ലക്ഷ്യം വെച്ചുകൊണ്ട് പരാജയ ഭീതിയിൽ നിന്നുണ്ടായ ഒരു ആരോപണമാണ് എന്നുള്ളതാണ് LDF നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അശ്വതി, കെ സുധാകരന്റെ കള്ളവോട്ട് ആരോപണം തോൽവി ഭയം മൂലമെന്ന് MP ജയരാജൻ പ്രതികരിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് സന്തോഷ് കണ്ണൂരിൽ നിന്നും നൽകിയത്. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് സുപ്രീം കോടതി. അന്വേഷണം നടത്താതെ കണ്ണടച്ചാൽ രാജ്യത്തിന് സുപ്രീം കോടതിയിലുള്ള വിശ്വാസം നഷ്ടമാകുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ആരോപണവുമായി ബന്ധപ്പെട്ട് CBI, പോലീസ്, IB ഉദ്യോഗസ്ഥരുമായി ജഡ്ജിമാർ ചർച്ച നടത്തി. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതി വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകണം. ചീഫ് ജസ്റ്റിസിനെ ലൈംഗികാരോപണത്തിൽ കുടുക്കാൻ ശ്രമം നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണം നടന്നില്ലെങ്കിൽ ജഡ്ജിമാർക്ക് മാത്രമല്ല സുപ്രീം കോടതിക്ക് പോലും അതിജീവിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് ആരോപണം അന്വേഷിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനം. സുപ്രീം കോടതിയിലെ കേസുകളിൽ അനുകൂല വിധി ലഭ്യമാക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ടെന്നാണ് സത്യവാങ്മൂലത്തിലെ ആരോപണം. ഇത്രയും ഗൗരവമേറിയ വിഷയം പരിഗണിക്കാതിരിക്കാനാകില്ല. അതിനാൽ വിഷയം വേരോടെ പരിശോധിക്കണം. കേസ് പരിഗണിച്ച ബെഞ്ചിലെ അധ്യക്ഷനായ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു. ചില ശക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ ഇതേവരെ ഒരു ചീഫ് ജസ്റ്റിസിനും സാധിച്ചില്ല. എന്നാൽ നിയമ സംവിധാനത്തെ ശുദ്ധീകരിക്കാനാണ് നിലവിലെ ചീഫ് ജസ്റ്റിസിന്റെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CBI ജോയിന്റ് ഡയറക്ടർ, ദില്ലി പോലീസ് കമ്മീഷണർ, IB ഉദ്യോഗസ്ഥൻ എന്നിവരെ ചേംബറിലേക്ക് വിളിച്ചുവരുത്തി ജഡ്ജിമാർ ചർച്ച നടത്തി. ആഭ്യന്തര സമിതി വിഷയമന്വേഷിക്കാൻ പര്യാപ്തമല്ലാത്തതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാനുള്ള ആലോചന. ലൈംഗികാരോപണ അന്വേഷണവും ഈ കേസ് അന്വേഷണവും തമ്മിൽ ബന്ധമുണ്ടാകില്ലെന്നും കോടതി വിശദീകരിച്ചു. അതേസമയം ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ഒരു കോർപ്പറേറ്റ് സ്ഥാപനം ശ്രമം നടത്തിയെന്നാരോപിച്ച അഭിഭാഷകൻ ഉത്സവ് സിംഗ് ബയൻസിന് നാളെ അധിക സത്യവാങ്മൂലം നൽകാൻ കോടതി അനുമതി നൽകി. ചീഫ് ജസ്റ്റിസിനെ കുടുക്കാൻ ശ്രമം നടത്തിയതിൽ 3 സുപ്രീം കോടതി ജീവനക്കാരും ഉണ്ടെന്ന് ബയൻസ് കോടതിയെ അറിയിച്ചിരുന്നു. കേസ് കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഇതിനിടെ ചീഫ് ജസ്റ്റിസിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച യുവതിയോട് വെള്ളിയാഴ്ച ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുന്നിൽ ഹാജരാകാൻ സമിതി നിർദ്ദേശം നൽകി. ശരത് കെ ശശി, കൈരളി ന്യൂസ്, ദില്ലി. 50% VVPAT എണ്ണണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. 21 പ്രതിപക്ഷ പാർട്ടികളാണ് പുനഃപരിശോധനാ ഹർജി നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധയിടങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പുനഃപരിശോധനാ ഹർജി നൽകാനുള്ള തീരുമാനം.
ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും ഒരു വിവിപാറ്റ് വീതം എണ്ണാനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. എന്നാൽ 5 വോട്ടിംഗ് യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണാൻ ഏപ്രിൽ 8-ന് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചു. ഈ വിധി പുനഃപരിശോധിക്കണം എന്നാണ് ആവശ്യം. 50% വിവിപാറ്റ് തന്നെ എണ്ണണം എന്ന മുൻ ആവശ്യത്തിൽ പ്രതിപക്ഷം പുനഃപരിശോധനാ ഹർജിയിൽ ആവർത്തിച്ചു. 5 യന്ത്രങ്ങളിലെ വിവിപാറ്റ് എണ്ണണമെന്ന സുപ്രീംകോടതി ഉത്തരവ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ കോടതി ഉത്തരവ് പ്രാബല്യത്തിലാണ്. മലേഗാവ് സ്ഫോടന കേസിലെ പ്രതിയും ബിജെപി സ്ഥാനാർത്ഥിയുമായ പ്രജ്ഞ സിംഗ് താക്കൂറിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാനാകില്ലെന്ന് എൻഐഎ കോടതി. ഒരാളെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കാൻ കോടതിക്ക് അധികാരം ഇല്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മാത്രമേ ആ അധികാരമുള്ളൂ എന്നും ചൂണ്ടിക്കാട്ടിയാണ് കോടതി ആവശ്യം നിരാകരിച്ചത്. അതേസമയം പ്രജ്ഞ സിംഗിനെ പ്രഥമദൃഷ്ട്യാ കേസില്ലെന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വാദം കോടതിയെ ചൊടിപ്പിച്ചു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു വാദം ഉന്നയിച്ചതെന്ന് കോടതി ചോദിച്ചു. മലേഗാവ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട യുവാവിന്റെ പിതാവ് നിസാർ സയ്യിദാണ് പ്രജ്ഞ സിംഗിനെ വിലക്കണം എന്നാവശ്യപ്പെട്ട് പൂനെ എൻഐഎ കോടതിയെ സമീപിച്ചത്. ഇന്ത്യയുടെ ആണവായുധങ്ങൾ ദീപാവലിക്ക് പൊട്ടിച്ചു കളിക്കാനുള്ളതല്ല എന്ന മോദിയുടെ പ്രസംഗത്തിൽ വിവാദം കത്തുന്നു. നരേന്ദ്രമോദിക്കെതിരെ രാജ്യാന്തര സമൂഹവും രംഗത്തെത്തി. മോദിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിലക്കണം എന്നും ആണവായുധ യുദ്ധം വിരുദ്ധ സംഘടനകൾ ആവശ്യപ്പെട്ടു. രാജസ്ഥാനിലെ ബാർമറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാദ പ്രസംഗം നടത്തിയത്. പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഭീഷണിയിൽ ഇന്ത്യ കുലുങ്ങില്ലെന്നും ബാലാക്കോട്ടിൽ ശക്തമായ തിരിച്ചടി ആ രാജ്യത്തിന് നൽകിയെന്നും മോദി പറഞ്ഞു. ന്യൂക്ലിയർ ബോംബുകൾ സൂക്ഷിച്ചിരിക്കുന്നത് ദീപാവലിക്ക് വേണ്ടിയാണോ എന്നുമായിരുന്നു മോദിയുടെ ചോദ്യം. തെരഞ്ഞെടുപ്പിൽ ദേശീയ വികാരം ഉണർത്തി വോട്ട് പിടിക്കാനുള്ള മോദിയുടെ വില കുറഞ്ഞ തന്ത്രത്തിൽ രാജ്യാന്തര തലത്തിൽ തന്നെ പ്രതിഷേധം കത്തുകയാണ്. ഇന്റർനാഷണൽ ഫിസിഷ്യൻസ് ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ന്യൂക്ലിയർ വാർ എന്ന സംഘടനയുടെ ഇന്ത്യൻ ചാപ്റ്റർ പ്രസ്താവനയിൽ ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്ത് വന്നു. മോദിയുടെ പ്രസ്താവന അപകടകരവും പ്രകോപനം ഉണ്ടാക്കുന്നതാണെന്നും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്ന് സംഘടന വിമർശിച്ചു. നിഷ്കളങ്കരായ വോട്ടർമാരെയും ആരാധകരെയും സ്വാധീനിക്കാനാണ് മോദി ഇത്ര ആപത്കരമായ പ്രസ്താവന നടത്തിയതെന്നും സംഘടന ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ നിന്ന് മോദിയെ വിലക്കണമെന്ന ആവശ്യവും ശക്തമായി. ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോർ പീസ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് മോദിയെ വിലക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകിയിട്ടുണ്ട്. പ്രസംഗത്തിനെതിരെ പാകിസ്ഥാനും രംഗത്ത് വന്നിരുന്നു. മോദിയുടെ പ്രസ്താവന നിർഭാഗ്യകരവും ഉത്തരവാദിത്തം ഇല്ലാത്തതുമാണെന്നാണ് പാകിസ്ഥാൻ വിദേശകാര്യ വകുപ്പ് വ്യക്തമാക്കിയത്. അതേസമയം വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രി കൂടിയായ മോദി നടത്തുന്ന പക്വതയില്ലാത്ത പ്രസ്താവനകളിൽ രാജ്യാന്തര സമൂഹത്തിനിടയിൽ ആശങ്കകളും വർദ്ധിച്ചു. കൈരളി ന്യൂസ്, ദില്ലി. എംപിയും ബിജെപി നേതാവുമായ ഉദിത് രാജ് കോൺഗ്രസിൽ ചേർന്നു. നോർത്ത് വെസ്റ്റ് ദില്ലിയിൽ നിന്നുള്ള എംപിയാണ് ഉദിത് രാജ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചതാണ് പാർട്ടി വിടാൻ കാരണം. ഉദിത്തിനെ ഒഴിവാക്കി ഗായകൻ ഹൻസ്രാജ് ഹൻസിനാണ് ഇത്തവണ ബിജെപി സീറ്റ് നൽകിയത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ ട്വിറ്ററിൽ നിന്ന് ഉദിത് രാജ് ചൌക്കീദാർ എന്നത് നീക്കം ചെയ്തിരുന്നു. ബിജെപിയുടെ നിലപാട് ദളിത് വിരുദ്ധമാണെന്നും ദളിതനായതുകൊണ്ടാണ് തനിക്ക് സീറ്റ് നിഷേധിച്ചതെന്നും ഉദിത് രാജ് പ്രതികരിച്ചു. മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് ശ്രീധരൻപിള്ളയ്ക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് സിപിഎം നേതാവ് ശിവൻകുട്ടി നൽകിയ ഹർജിയിലാണ് നടപടി. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ കോടതിയെ അറിയിച്ചു. വർഗീയ പ്രസംഗത്തിൽ ശ്രീധരൻപിള്ളയ്ക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഐഎം നേതാവ് വി ശിവൻകുട്ടി സമർപ്പിച്ച ഹർജി പരിഗണിക്കവേ ഇക്കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വിശദീകരിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരുന്നു. ശ്രീധരൻപിള്ളയ്ക്കെതിരെ കേസെടുത്തതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിനെ തുടർന്നാണ് ശ്രീധരൻപിള്ളയ്ക്ക് കോടതി നോട്ടീസ് അയച്ചത്. എന്ത് സാഹചര്യത്തിലാണ് മതവിദ്വേഷം കലർന്ന പ്രസംഗം നടത്തിയതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ള ഇനി കോടതിയിൽ വിശദീകരിക്കേണ്ടി വരും. ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വേനലവധിക്ക് ശേഷം കോടതി വീണ്ടും ചേരുമ്പോൾ ശ്രീധരൻപിള്ളയുടെ വിശദീകരണം കോടതി പരിശോധിക്കും. ആറ്റിങ്ങലിൽ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലായിരുന്നു ബിജെപി അധ്യക്ഷന്റെ വിവാദ പ്രസംഗം. ബല്ലാക്കോട്ട് ആക്രമണത്തിൽ മരിച്ച ഭീകരർ ഇസ്ലാമാണോ എന്നറിയണമെങ്കിൽ വസ്ത്രം മാറി നോക്കണമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ പ്രസംഗം. ഇതിനെതിരെ വലിയ വിമർശനമുയർന്നുവെന്നെങ്കിലും സിപിഐഎം നേതാവ് വി ശിവൻകുട്ടി മാത്രമാണ് കോടതിയെ സമീപിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അദ്ദേഹം പരാതി നൽകിയിരുന്നു. പ്രചരണ രംഗത്ത് വർഗീയത ആയുധമാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇക്കുറി കടന്നുപോയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ ആദ്യമായി ഉണ്ടായിരിക്കുന്നു. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. തിരുവനന്തപുരത്ത് ബസ് ബുക്കിംഗ് കേന്ദ്രങ്ങളിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന. ലൈസൻസ് ഇല്ലാത്ത ബുക്കിംഗ് കേന്ദ്രങ്ങൾക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം സൌകര്യങ്ങൾ ഒരുക്കി ലൈസൻസ് നേടണമെന്ന് നിർദ്ദേശം. 4 ബുക്കിംഗ് കേന്ദ്രങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. സുരേഷ് കളട ട്രാവൽസിന്റെ ബുക്കിംഗ് സെന്ററിനും ലൈസൻസ് ഇല്ല.
വിവരങ്ങളുമായി റീനു ചേരുന്നു. റീനു, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? അശ്വതി, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം തമ്പാനൂരിലെ അന്തർ സംസ്ഥാന ബസ് സർവീസ് കേന്ദ്രങ്ങൾ, ബുക്കിംഗ് കേന്ദ്രങ്ങളിലേക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന നടന്നത്. ഈ പരിശോധനയിൽ ലൈസൻസ് ഇല്ലാത്ത ബുക്കിംഗ് കേന്ദ്രങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഏകദേശം 23 ബസ്സുകൾക്ക് 5000 രൂപ വീതം പിഴയും മോട്ടോർ വാഹന വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 7 ദിവസത്തിനകം സൗകര്യങ്ങൾ ഒരുക്കി ലൈസൻസ് നേടണമെന്നാണ് മോട്ടോർ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 4 ബുക്കിംഗ് കേന്ദ്രങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, സുരേഷ് കല്ലട ട്രാവൽസിന്റെ തിരുവനന്തപുരത്തെ ബുക്കിംഗ് ഓഫീസിലും ലൈസൻസ് ഇല്ല എന്നുള്ളതാണ്. ഇവർക്കും മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഒപ്പം യാത്രക്കാരെ മാനസികവും ശാരീരികവുമായി പീഡിപ്പിക്കുകയാണെന്ന പരാതി ഉയർന്ന കല്ലട ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയുടെ ഉടമ സുരേഷ് കല്ലട നേരിട്ട് ഹാജരാകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. മെയ് 29 രാവിലെ 10:00 കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിലാണ് അദ്ദേഹം ഹാജരാകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കൂടിയായിട്ടുള്ള പി മോഹൻദാസ് ഉത്തരവിട്ടിട്ടുള്ളത്. കല്ലടയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ നിയോഗിച്ചുകൊണ്ട് പ്രത്യേക അന്വേഷണം നടത്തണമെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു. ഡിവൈഎസ്പിയെ നിയോഗിക്കാനുള്ള ചുമതല എറണാകുളം ജില്ലാ പോലീസ് മേധാവിക്കാണെന്നും ഇദ്ദേഹം ഉത്തരവിട്ടിട്ടുണ്ട്. അശ്വതി, ശരി റീനു. കല്ലട ബസ്സിലെ ദുരനുഭവം പങ്കുവച്ച അധ്യാപികയായ മായയ്ക്കെതിരെ ബസ് ജീവനക്കാരന്റെ ഭീഷണി. ഫേസ്ബുക്കിലൂടെയാണ് നിരഞ്ജൻ രാജു എന്ന ജീവനക്കാരൻ ഭീഷണി മുഴക്കിയത്. ഇതിനെതിരെ സൈബർ പോലീസിൽ മായ പരാതി നൽകി. നേരത്തെ മായയുടെയും മകളുടെയും ദുരിതയാത്രാ വിവരണം വൈറലായിരുന്നു. കല്ലട ബസ്സിൽ യാത്രക്കാരനെ മർദ്ദിച്ച സംഭവമുണ്ടായ സാഹചര്യത്തിലാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായ മായ മാധവൻ തനിക്കും മകൾക്കും കല്ലട ട്രാവൽസിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവം പങ്കുവയ്ക്കുന്നത്. 2017 തമിഴ്നാട്ടിലെ വില്ലുപുരത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഉടൻ വൈറലാവുകയും ചെയ്തു. ഈ ഘട്ടത്തിലാണ് കല്ലട ബസ്സിലെ ജീവനക്കാരൻ മായയുടെയും മകൾ ഉജ്ജ്വലയുടെയും ഫോട്ടോ സഹിതം പോസ്റ്റ് ചെയ്ത് ഇവരെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്ത് പോസ്റ്റിട്ടത്. നിരഞ്ജൻ രാജു എന്ന ജീവനക്കാരനാണ് ഭീഷണി മുഴക്കിയതെന്ന് മായ പറയുന്നു. ഇന്നലെയാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഫേസ്ബുക്കിൽ ഓപ്പണായിട്ട് എനിക്കൊരു ഭീഷണി പോസ്റ്റ് ഇട്ടിരിക്കുന്നു എന്നുള്ളത്. മെനഞ്ഞാന്ന് ഞാൻ 1-2 മാധ്യമങ്ങളിൽ ഇത് പങ്കുവച്ചിരുന്നു, എന്റെ അനുഭവം പങ്കുവച്ചിരുന്നു. അതിനെ തുടർന്ന് വന്ന പോസ്റ്റാണത്. അതായത് ഇട്ടിരിക്കുന്നതാണ് എൻ്റെ മകളുടെയും ചിത്രം ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇതാണ്: ഇവളെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിക്കാൻ കല്ലടയിൽ ആരുമില്ലേടാ എന്നാണ് ചോദിക്കുന്നത്. ചലഞ്ചാണ്. അതുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക്, DGPക്ക്, സൈബർ സെല്ലിനും വനിതാ കമ്മീഷനും പരാതി കൊടുത്തിട്ടുണ്ട്. അർദ്ധരാത്രി 12 മണി മുതൽ പുലർച്ചെ 5 മണിവരെയായിരുന്നു മായയ്ക്കും മകൾക്കും ഉൾപ്പെടെ റോഡിൽ അന്ന് കഴിയേണ്ടി വന്നത്. കല്ലടയുടെ ഓഫീസ് അവിടെ ഉണ്ടായിരിക്കെയാണ് യാത്രക്കാർക്ക് റോഡിൽ നിൽക്കേണ്ട അവസ്ഥ വന്നത്. ഒപ്പം പുലർച്ചെ 5:30 ബസ് വന്നെങ്കിലും തുടർന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തിയത് അന്ന് ഒരു ദിവസം മാത്രമായിരുന്നു. അതും വളരെയധികം ചീത്തവിളി കേട്ടതിന് ശേഷവും. ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും കല്ലടയിൽ യാത്ര ചെയ്യുന്നവർ അനുഭവിക്കുന്നുണ്ടെന്നും മായ ടീച്ചർ പറയുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കല്ലട ബസ്സിൽ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ച കേസിൽ ബസ് ഉടമ കല്ലട സുരേഷ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മുൻപാകെ ഹാജരായില്ല. സുരേഷിനോട് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം കേസിൽ അറസ്റ്റിലായ 7 പേരും റിമാൻഡിലാണ്. ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട കല്ലട ബസ്സിൽ വെച്ചാണ് ജീവനക്കാർ യാത്രക്കാരെ ക്രൂരമായി മർദ്ദിച്ചത്. ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ഇതിനകം 7 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിനിടെയാണ് ബസ് ഉടമ കല്ലട സുരേഷിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് അയച്ചത്. എന്നാൽ പോലീസ് കാത്തുനിന്നെങ്കിലും സുരേഷ് ഹാജരായില്ല. ഈ സാഹചര്യത്തിൽ സുരേഷിന് വീണ്ടും നോട്ടീസ് അയക്കുകയോ കേസെടുക്കുകയോ പോലീസിന് ചെയ്യാം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചിച്ച ശേഷം പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നാണ് വിവരം. അതേസമയം കേസന്വേഷണ ചുമതല തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് കൈമാറിയിരുന്നു. മർദ്ദിച്ചവരുടെ സംഘത്തിൽ 7 പേർ മാത്രമല്ലെന്നും 15ഓളം പേരുണ്ടായിരുന്നുവെന്നും മർദ്ദനമേറ്റവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതിനാൽ അവരെ കണ്ടെത്താനും പോലീസ് ശ്രമിച്ചു വരികയാണ്. കൈരളി ന്യൂസ്, കൊച്ചി. UP മുൻ മുഖ്യമന്ത്രി NT തിവാരിയുടെ മകൻ രോഹിത് ശേഖറിന്റെ മരണം കൊലപാതകമെന്ന് ദില്ലി ക്രൈംബ്രാഞ്ച്. രോഹിത്തിന്റെ ഭാര്യ അപൂർവയെ അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ഇക്കഴിഞ്ഞ ഏപ്രിൽ 16-നായിരുന്നു UP മുൻ മുഖ്യമന്ത്രി NT തിവാരിയുടെ മകൻ രോഹിത്തിന്റെ മരണം. ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണമെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ തന്നെ സംശയവും ശക്തമായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴാണ് രോഹിത്തിന്റെ മരണം കൊലപാതകം തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചത്.
തലയണ ഉപയോഗിച്ച് മുഖം അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു എയിംസിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതോടെ രോഹിത്തിന്റെ കുടുംബാംഗങ്ങളിലേക്ക് അന്വേഷണം നീണ്ടു. പിന്നാലെ രോഹിത്തിന്റെ അമ്മ മരുമകൾ അപൂർവയ്ക്കെതിരെ നൽകിയ മൊഴിയാണ് കേസിൽ വഴിത്തിരിവായത്. മകനും ഭാര്യയും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്നും ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നും രോഹിത്തിന്റെ അമ്മ പോലീസിനെ മൊഴി നൽകി. അപൂർവയ്ക്കും കുടുംബത്തിനും രോഹിത്തിന്റെ സ്വത്തുക്കളായിരുന്നു ആവശ്യമെന്നും മൊഴിയിലുണ്ട്. ഇതോടെയാണ് അപൂർവയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തത്. അറസ്റ്റിന് മുൻപേ 8 മണിക്കൂറോളം അപൂർവയെ ക്രൈംബ്രാഞ്ചും ചോദ്യം ചെയ്തിരുന്നു. ചോദ്യം ചെയ്യലിൽ അപൂർവ കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം 90 മിനിറ്റിനകം അപൂർവ തെളിവുകൾ നശിപ്പിച്ചെന്നും പോലീസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. കൈരളി ന്യൂസ്, ദില്ലി. സംസ്ഥാനത്ത് റെക്കോർഡ് പോളിംഗ് 77.68% പേരാണ് ഇത്തവണ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയത് കണ്ണൂരും കുറവ് പോളിംഗ് നടന്നത് തിരുവനന്തപുരത്തുമാണ്. 35 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന പോളിംഗാണ് ഇത്തവണത്തേത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 35 വർഷത്തിന് ശേഷം കേരളം റെക്കോർഡ് പോളിംഗോടെയാണ് വിധിയെഴുതിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് നില 74.04%. ഇത് മറികടന്ന് 77.68% പേരാണ് ഇത്തവണ വോട്ട് രേഖപ്പെടുത്തിയത്. കണ്ണൂർ, വടകര, കോഴിക്കോട് മണ്ഡലങ്ങളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. കണ്ണൂരിൽ 83.05%, വടകരയിൽ 82.48%, കോഴിക്കോട് 81.47% പേരുമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ്, 73.45%. തിരുവനന്തപുരത്തിന് പുറമെ മാവേലിക്കരയിൽ 74.09%, പത്തനംതിട്ടയിൽ 74.19% പേർ വോട്ട് രേഖപ്പെടുത്തി. പൊന്നാനി ഒഴികെ മലബാറിലെ എല്ലാ മണ്ഡലങ്ങളിലും പോളിംഗ് 75%-ന് മുകളിലാണ്. വയനാട് മണ്ഡലത്തിലെ വയനാട് ജില്ലയിൽപ്പെട്ട നിയമസഭാ മണ്ഡലങ്ങളിൽ 80%-ലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി. തിരുവനന്തപുരത്തും തൃശൂരും കഴിഞ്ഞ തവണത്തേക്കാൾ 4% കൂടുതൽ പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിൽ ഇത് 7% ഉയർന്നിട്ടുണ്ട്. ഇതിനു മുൻപ് 1984 പോളിംഗ് 77%-ആയി ഉയർന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 74.04%. സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം 70-നും 77-നും ഇടയിലാണ് നേരത്തെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 1996 പോളിംഗ് ശതമാനം 72-ആയി ഉയർന്നപ്പോൾ LDF-നും UDF-നും 10 വീതം സീറ്റുകളാണ് ലഭിച്ചത്. LDF-ന് 18 സീറ്റ് ലഭിച്ച 2004 തെരഞ്ഞെടുപ്പിൽ പോളിംഗ് 72%. അടുത്ത മാസം 23-നാണ് വോട്ടെണ്ണൽ. കഴിഞ്ഞ തവണയും വോട്ടെടുപ്പ് കഴിഞ്ഞ് 1 മാസത്തിന് ശേഷമായിരുന്നു വോട്ടെണ്ണൽ നടന്നത്. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകാൻ ഇനി 4 ഘട്ടങ്ങൾ കൂടിയാണ് അവശേഷിക്കുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കള്ളവോട്ട് പരാതികൾ നിരവധി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് സ്ഥാപിക്കാനായിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ടിക്കാറാം മീണ. അങ്ങനെയുള്ള പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷേ കള്ളവോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം അത് കളക്ടർ ചില പരാതികൾ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട്. എന്നാലും അങ്ങനെ വലിയ തോതിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തിരുവനന്തപുരത്ത് ക്രോസ് വോട്ടിംഗ് നടന്നു എന്ന് പറയാൻ കഴിയില്ലെന്ന് NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ. ശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത്. BJP വോട്ട് ചോർന്നിട്ടില്ലെന്നും തന്റെ വിജയം സുനിശ്ചിതമാണെന്നും കുമ്മനം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എൻ്റെ വിജയം സുനിശ്ചിതമാണ്. വലിയൊരു പരിവർത്തനം ഈ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. പോളിംഗ് ശതമാനം കൂടിയത് എന്നെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ക്രോസ് വോട്ടിങ്ങിൻ്റെ ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത്രത്തോളം എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 1200-ഓളം 1300-ഓളം ബൂത്തുകളുണ്ട്. ആ ബൂത്തുകളിലെ മുഴുവൻ കിട്ടിയെങ്കിൽ മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്തായാലും ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരു ചോർച്ചയുടെ പ്രശ്നമേ ഉദിക്കുന്നില്ല. വോട്ടുകൾ കൂടുതലായിട്ട് കിട്ടുന്നത് പ്ലസിനെ പറ്റി മാത്രമേ ഉള്ളൂ. പ്ലസ്സാണ്. പത്തനംതിട്ടയിൽ ഇടതുമുന്നണി അട്ടിമറി വിജയം നേടുമെന്ന് LDF സ്ഥാനാർത്ഥി വീണ ജോർജ്. രാഷ്ട്രീയ കുപ്രചരണങ്ങളോ വ്യാജ സർവേകളോ ഒന്നും തന്നെ ഇടതുമുന്നണിയുടെ വിജയത്തെ ബാധിക്കില്ല എന്നും വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തന്നെ ആയിരിക്കും ഇടതുമുന്നണിയുടെ വിജയമെന്നും വീണ ജോർജ് പത്തനംതിട്ടയിൽ വ്യക്തമാക്കി. വാശിയേറിയ പ്രചരണത്തിനും ആവേശം വാനോളമുയർത്തിയ കൊട്ടിക്കലാശത്തിന് ശേഷം പത്തനംതിട്ടയിൽ റെക്കോർഡ് പോളിംഗ് ആണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 2014 തെരഞ്ഞെടുപ്പിനേക്കാൾ 8% ഈ തവണ കൂടിയിരിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജാണ് നമ്മോടൊപ്പം ചേരുന്നത്. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള വിജയ പ്രതീക്ഷകളെക്കുറിച്ച് നമുക്കറിയാം.
റെക്കോർഡ് പോളിംഗ് ആണ് ഈ തവണ. കഴിഞ്ഞ 2014 66.2 ഇപ്പോൾ 74.19 ആയിരിക്കുന്നു. എത്രത്തോളമാണ് വിജയപ്രതീക്ഷകൾ? ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? പോളിംഗ് ശതമാനം ഉയർന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ കണക്ക് കൂട്ടിയതാണ്. അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം പത്തനംതിട്ട മണ്ഡലത്തിൽ ഉണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ വർധന പോളിംഗ് ശതമാനത്തിലുണ്ട്. അതോടൊപ്പം തന്നെ വികസനം കുറവുണ്ട്. മണ്ഡലം ഒരുപാട് വീറുമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് മണ്ഡലത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ MP എന്ന നിലയിൽ ജയിച്ചു കയറുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ 10 വർഷം നമ്മൾ അവഗണിക്കപ്പെട്ടു വികസന വിഷയത്തിൽ. അപ്പോൾ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണം, റബ്ബർ, നമ്മളുടെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നൊരു പാർലമെൻറ്റ് മണ്ഡലമാണ്. അപ്പോൾ അതിൽ നയപരമായ തീരുമാനങ്ങൾ റബ്ബറിനെ കാർഷിക വിളയാക്കണം എന്ന കർഷകരുടെ ആവശ്യം സാധിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പോരാട്ടം നടത്തുക. അതോടൊപ്പം മറ്റ് കാർഷിക വിളകൾക്ക് അടിസ്ഥാന താങ്ങുവില ന്യായമായി നിശ്ചയിക്കുക. അതുപോലെ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ഈ കാട്ടുമൃഗങ്ങളുടെ അത് കൃഷിക്ക് നേരിടുന്നു. അപ്പോൾ ഇതിനൊക്കെ എതിരെയുള്ള ഒരു നിയമ ഭേദഗതികൾ ഇടപെടൽ കേന്ദ്രതലത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അത് ഉണ്ടാക്കുക, അത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം അടിസ്ഥാന സൗകര്യ മേഖല, ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. റെയിൽവേ സ്റ്റേഷനെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ദേശീയപാതകൾ ഉണ്ടാകുക, ഗ്രാമീണ റോഡുകൾ നല്ലതാക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, കുടിവെള്ളം. അപ്പോൾ പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലത്തെ ഒരു മാതൃകാ പാർലമെൻറ്റ് മണ്ഡലമാക്കി മാറ്റണം എന്ന ലക്ഷ്യം നമുക്കുണ്ട്. അതായത് എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കുക. അത് ജലസംരക്ഷണ മാർഗ്ഗങ്ങളിലൂടെ, ജലസാക്ഷരതാ പ്രവർത്തനങ്ങളിലൂടെ, ഈ രാജ്യത്തിന് തന്നെ മാതൃകയാക്കുന്ന രീതിയിൽ പുനർജീവനം, പുഴ സംരക്ഷണം, കിണർ റീചാർജിങ്, ഇതൊക്കെ സമഗ്രമായി ഇതുവരെ നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ ഈ ഹരിത കേരളം ഇതൊക്കെ സംസ്ഥാന സർക്കാർ ഒരൊറ്റ രൂപ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്നില്ല. അതേസമയം ഇപ്പോൾ പമ്പ ആക്ഷൻ പ്ലാൻ കോടിക്കണക്കിന് രൂപയുണ്ട്, ഒരു രൂപ പോലും ചെലവഴിക്കപ്പെട്ടിട്ടില്ല. 10 വർഷം എന്ത് ചെയ്തു പമ്പ ആക്ഷൻ പ്ലാനിലൂടെ? അപ്പോൾ അതിലെല്ലാം മാറ്റമാണ് നമ്മൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചെറുപ്പക്കാർക്കുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അത് 2 രീതിയിലാണ്. ഒന്ന്, അത് നമുക്കതിനുള്ള അവർക്ക് തൊഴിൽ സംരംഭങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുക, അതിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്നതാണ്. അതുപോലെ തന്നെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകൾ ശക്തമാക്കുക. അപ്പോൾ ഒരു IT സ്ഥാപനം തുടങ്ങാൻ ആർക്കെങ്കിലും നമ്മുടെ ഇതുപോലെയുള്ള കുറച്ചുള്ളിലോട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ, പ്രധാന നഗരങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന പത്തനംതിട്ട പാർലമെൻറ്റ് മണ്ഡലം പോലെയുള്ള പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ നമുക്ക് അത്യാവശ്യമാണ് ഒരു റൂറൽ IT പാർക്കുകൾ. IT പാർക്കുകൾ വരണമെങ്കിൽ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ തന്നെ അതിനുള്ളൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക. ഇത് രണ്ടും, അത് ചെറുപ്പക്കാർക്ക്, സ്ത്രീകൾക്ക്. പത്തനംതിട്ടയുടെ ഒരു സമൂലമായ മാറ്റം അത് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകും. അത് അടുത്ത 5 വർഷം യാഥാർത്ഥ്യമാക്കും. തീർച്ചയായും എല്ലാവിധ ആശംസകളും എല്ലാം നല്ലതായി തന്നെ വരട്ടെ. തീർച്ചയായും വളരെയധികം ആത്മവിശ്വാസത്തിലാണ് വീണ ജോർജ്. കഴിഞ്ഞ 2 ടൈമിൽ കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു ഈ മണ്ഡലമെങ്കിൽ 3ാം തവണ അട്ടിമറി വിജയം തന്നെ ഇവിടെ ഇടതുമുന്നണി നേടുമെന്നാണ് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അഖിലേഷിനൊപ്പം കൈരളി ന്യൂസിന് വേണ്ടി ഗീവറീസ് തോമസ്. ഇടുക്കിയിലെ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലം ആകും എന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. മണ്ഡലം നിലനിർത്തുമെന്ന LDFും തിരിച്ചുപിടിക്കുമെന്ന് UDFും അവകാശപ്പെടുന്നു. മികച്ച പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. 1984 ശേഷം ഇതാദ്യമായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ പോളിംഗ് ശതമാനം 76-ന് മുകളിലെത്തുന്നത്. ഈ ഉയർന്ന പോളിംഗ് പ്രതീക്ഷയും ആശങ്കയും സൃഷ്ടിക്കുന്നു. ഇടതുപക്ഷത്തിന് അനുകൂലമാകുമെന്നാണ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ പ്രതീക്ഷ. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾ അവരുമായി ഉണ്ടാക്കിയ ബന്ധവും കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റ് അംഗം എന്ന നിലയിൽ രാവും പകലുമില്ലാതെ ഇടുക്കിയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുമൊക്കെ അനുസരിച്ചിട്ട് ഇടുക്കിക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. അതേസമയം രാഹുൽ തരംഗമാണ് ഇടുക്കിയിൽ ഉണ്ടായതെന്നും താൻ വിജയിക്കുമെന്നും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. പ്രതീക്ഷകൾ നല്ല ഉയർന്ന പ്രതീക്ഷയാണ്, നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സ്വാഭാവികമായും രാഹുൽ ഗാന്ധി വയനാടിന്റെ ജനപ്രതിനിധിയായി മാറുമ്പോൾ അദ്ദേഹത്തിന്റെ മുൻപിൽ തൊഴിലാളി മേഖലയിലെ ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആ പ്രശ്നം ഇടുക്കിക്കും ബാധകമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം പ്രധാനമന്ത്രിയാവും. സ്വാഭാവികമായും ആ വിഷയത്തിൽ അദ്ദേഹം പോസിറ്റീവായി പ്രതികരിക്കുമ്പോൾ അതിന്റെ ഒരു ഗുണം ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്ക് കിട്ടും. വിജയം അകലെയാണെങ്കിലും 2014 നേടിയതിൽ കൂടുതൽ വോട്ട് ലഭിക്കുമെന്നാണ് BDJS പ്രതിനിധിയായ NDA സ്ഥാനാർത്ഥി ബിജു കൃഷ്ണന്റെ വിശ്വാസം. ഇതിനിടെ BJP മണ്ഡലത്തിൽ UDFന് വോട്ട് മറിച്ചതായുള്ള ആക്ഷേപം ഉയരുന്നുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.
പാലക്കാട്ടെ ഉയർന്ന പോളിംഗ് നേട്ടം ആകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. തിളക്കമുള്ള വിജയം പാലക്കാട് നേടുമെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ തവണത്തേക്കാൾ 2% പോളിംഗ് ഉയർന്നൊരു സാഹചര്യമാണ് പാലക്കാട് മണ്ഡലത്തിലുള്ളത്. ഈ കണക്കിലാണ് മൂന്ന് മുന്നണികളും കണ്ണുവച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ ജനങ്ങൾ അന്തിമമായി ഒരു വിധി എഴുതി കഴിഞ്ഞു, ഇനി ഒരു മാസം കാത്തിരിക്കണം. എന്തൊക്കെയാണ് പ്രതീക്ഷ? നല്ല തിളക്കമുള്ള ഒരു വിജയം, കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം LDF പാലക്കാട്ട് ആവർത്തിക്കും. ഈ മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ ഷൊർണൂർ ഇപ്പോൾ പോളിംഗ് ശതമാനം ഉയർന്നു, അതോടൊപ്പം തന്നെ മലമ്പുഴ ഉയർന്നു, അതോടൊപ്പം തന്നെ UDFന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന മണ്ണാർക്കാട് ഈ പോളിംഗ് ശതമാനം ഉയർന്നു. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും ആനുപാതികമായി പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? 2% വർധനവാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ പോളിംഗ് ശതമാനത്തിൽ ഉണ്ടാകുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ 0.14% വർധനവാണ്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു വർധനവാണ്. പ്രത്യേകിച്ച് വോട്ടർ പട്ടിക, സ്ഥലത്തില്ലാത്തവരെയും മരിച്ചവരെയും എല്ലാം ഒഴിവാക്കി പുതുക്കിയ വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു വോട്ടർ പട്ടികയാണ്. അതുകൊണ്ട് ഇത് ഒട്ടും അസ്വാഭാവികമല്ല. കഴിഞ്ഞ എത്രയോ കാലമായിട്ട് കാണുന്ന ഒരു പ്രവണത തന്നെയാണ് ഈ വോട്ടിംഗ് ശതമാനത്തിൽ ഇപ്പോഴും കണ്ടിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ച കണക്കിലെടുത്താൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള മണ്ഡലങ്ങൾ ഒന്ന് മലമ്പുഴയാണ്, മണ്ണാർക്കാടും ഉണ്ട്. മലമ്പുഴയും മണ്ണാർക്കാടും ഒപ്പത്തിനൊപ്പമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട് ഈ മണ്ഡലങ്ങളിലെല്ലാം നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. കോങ്ങാട് 78%. അപ്പോൾ അത് ഞങ്ങൾ നടത്തിയിട്ടുള്ള മികച്ച സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. ഓരോ LDF പ്രവർത്തകനും സ്ഥാനാർത്ഥിയെപ്പോലെ പ്രവർത്തിച്ചു. താഴെത്തലം ഓരോ വോട്ടറിംഗ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ പോളിംഗ് ശതമാനത്തിൽ, പ്രത്യേകിച്ച് LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലുണ്ടായിട്ടുള്ള ഈ വർധനവ് എന്ന് പറയുന്നത്. പിന്നെ UDFന് സ്വാധീനമുണ്ടെന്ന് കണക്കാക്കുന്ന പട്ടാമ്പി, അല്ലെങ്കിൽ UDF പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന പട്ടാമ്പിയിൽ താരതമ്യേന കുറവാണ് പോളിംഗ് ശതമാനം. അതിനർത്ഥം ഞങ്ങളുടെ വോട്ട് വന്നു, താരതമ്യേന വരാതിരുന്ന വോട്ടുകൾ UDFന്റേതാണ്. പട്ടാമ്പിയിൽ മികച്ച സംഘടനാ പ്രവർത്തനം നടന്ന സ്ഥലമുണ്ട്. ഞങ്ങളുടെ വോട്ടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ആശങ്കയില്ല. പിന്നെ പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ താരതമ്യേന കുറവാണ്, വളരെ കുറവാന്നല്ല, മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവാണ്. അവിടെയും LDFന്റെ വോട്ടുകൾ കൃത്യമായിട്ട് പോൾ ചെയ്യിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പോളിംഗ് ശതമാനം പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രതീക്ഷ UDFന് നൽകുന്നുണ്ടെന്ന് അവർ പോലും കരുതുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പലതരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും ഈ പ്രചാരണ സമയത്ത് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നു. അതെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്ന് വേണമെങ്കിൽ കൂടി വിലയിരുത്താം. തീർച്ചയായിട്ടും വ്യാജ ആരോപണങ്ങളെല്ലാം അതാത് സന്ദർഭത്തിൽ തന്നെ പൊളിച്ചെടുക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിഭാഗം മാധ്യമങ്ങളും, എല്ലാവരും ഞാൻ പറയില്ല, പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങൾ അതുപോലെ UDF കേന്ദ്രങ്ങളും ചമച്ച ഇത്തരം വ്യാജ ആരോപണങ്ങളെയൊക്കെ 24 മണിക്കൂറിനുള്ളിൽ അതിൻ്റെ വസ്തുത തുറന്നു കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൈരളി പീപ്പിൾ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന് ഞാൻ നന്ദി രേഖപ്പെടുത്താനും ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് വടിവാൾ വിവാദത്തിൻ്റെ പൊള്ളത്തരം പുറത്തു കൊണ്ടുവന്നത് കൈരളി പീപ്പിളാണ്. അപ്പോൾ അതൊന്നും അന്ന് തന്നെ കെട്ടുപോയിട്ടുള്ള ആരോപണങ്ങളാണ്. അതൊന്നും ഒരു തരത്തിലുള്ള ചലനവും മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ UDFനും BJPക്കും എതിരായിട്ടുള്ള ഈ വ്യക്തിഹത്യയോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം കൂടി ഇതിലുണ്ടാവും. ഏതായാലും പോളിംഗ് ശതമാനത്തിലെ വർധനവ് ഇടതുമുന്നണിക്ക് വലിയ നേട്ടമാകുമെന്ന് തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി MP രാജേഷ് പ്രതീക്ഷിക്കുന്നത്. പൊന്നാനിയിൽ വിജയം ഉറപ്പെന്ന UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ. വോട്ടിംഗ് ശതമാനത്തിലുണ്ടായ 1% വർധന ഇരു മുന്നണികളും പങ്കിടും. കേരളത്തിൽ UDFന് നല്ല വിജയം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും ET മുഹമ്മദ് ബഷീർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് 1% വർധന മാത്രമാണ് ഇത്തവണ പൊന്നാനിയിലുള്ളത്. പൊന്നാനിയിലെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 1% വ്യത്യാസമാണ്. എന്നാൽ വോട്ടിംഗ് കൂടിയെന്ന് തന്നെ പറയാം ഈ കണക്ക് വെച്ചുകൊണ്ട്. പക്ഷേ 1% വർധന കണ്ടാൽ മതിയോ ശരിക്കും ഈ 5 വർഷത്തെ വ്യത്യാസം നോക്കുമ്പോൾ? അല്ല, അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രശ്നം, കുറേ ആളുകൾ വോട്ടർ ലിസ്റ്റിലുണ്ടെങ്കിൽ നാട്ടിലുണ്ടാവില്ല. അപ്പോൾ നാട്ടിൽ പ്രസൻ്റായ ആളുകളൊരു കണക്ക് വെച്ചിട്ടുള്ള ഇതത്. എന്നാലും 1% ഒരു ഇതുണ്ട്. അത് പ്രത്യേകമായിട്ട് ആരുടെയും വിജയത്തിനോ പരാജയത്തിനോ ഇടവരുത്തില്ല. അതൊക്കെ ഒരു ഈക്വലായിട്ട് പോകുന്ന സംഗതിയാണ്. ഈ പെർസെൻറ്റേജ് വൈസ് ഇൻക്രീസ് എന്ന് പറയുന്നത് 2 കൂട്ടർ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ സംഗതി അതാണ്.
അത് പിന്നെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതിൽ അസംബ്ലി സെഗ്മെൻറ്റിൽ ഏത് മുന്നണിക്കാണ് കൂടുതൽ ഒരു ഇതുള്ളത്, അപ്പർ എഡ്ജുള്ളത്, അവർക്ക് കുറച്ചൊരു പ്രതീക്ഷ അതിലുണ്ടാവും. പ്രാഥമികമായ ചില കണക്കുകളൊക്കെ ഇപ്പം കിട്ടിയിട്ടുണ്ടാവും. അത് എത്രത്തോളം ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ? ഞങ്ങൾ സ്റ്റഡി ആയിട്ടിത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം താഴെ തട്ടുന്ന നമ്മൾ ശരിക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കും, പിന്നെ റിപ്പോർട്ടും അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പ്രതീക്ഷ പ്രകാരം എൻ്റെ ഫസ്റ്റ് ഇലക്ഷന് 82,000 വോട്ട് ഭൂരിപക്ഷം, കഴിഞ്ഞത് കുറഞ്ഞു 25,000. ഈ പ്രാവശ്യം എൻ്റെ ഫസ്റ്റ് ഇലക്ഷൻ്റെ റെക്കോർഡിൻ്റെ മേലെത്തുന്നൊക്കെയാണ് നമ്മുടെ കാൽക്കുലേഷൻ. ഇല്ലെങ്കിൽ തന്നെ അതെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടായേക്കാം. 82,000 ആയിരുന്നു എൻ്റെ ഭൂരിപക്ഷം. അതിലേക്ക് പോലും ഈ പ്രാവശ്യത്തെ ഭൂരിപക്ഷം എത്താം. ചിലപ്പോൾ അതിൽ മേലെങ്ങ് പോയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. ഈ ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടാണല്ലോ PDPയും അതേപോലെ തന്നെ SDPയും ഒക്കെ മത്സരിച്ചത്. അവർ നല്ല നിലയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട്, അത് UDF വോട്ടുകൾ ചോർത്തിയിട്ടുണ്ട് എന്നൊക്കെയുള്ള അവകാശവാദം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അവരെ വോട്ട് പിടിക്കായിരിക്കും. അവർ ഈ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടേതായിട്ടൊരു വോട്ട് ബാങ്ക്, അത് അവർ പിടിക്കും. അത് പിന്നെ അങ്ങോട്ടും പോകാനോ കുറക്കാനോ ഇരിക്കാനോ ഒക്കെ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്കുള്ള വോട്ട് അവർ പിടിക്കും, അത്രേ പറയാൻ ഒക്കുള്ളൂ. അത് ഒരു തരത്തിലും UDFന് എന്തായാലും ബാധിക്കും. രണ്ടിനും ബാധിക്കില്ല. അവരെ വോട്ട് പിടിക്കും. അവരെ വോട്ട് പിടിച്ചാൽ ആ വോട്ട് അപ്പുറത്ത് പോകാതെ തന്നെ ഞങ്ങൾക്ക് ഗുണമാണ്. അത്രേ കാര്യമുള്ളൂ. ഫോട്ടോ ഫിനിഷിങ്ങിൻ്റെ നിലയിലൊക്കെ റിപ്പോർട്ട് എടുത്ത് എന്താവുന്നത് നോക്കി കാണാം. പക്ഷേ UDFന് നല്ല ഒരു പെർഫോമൻസ് ഉണ്ടാവുമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ. തീർച്ചയായും ഹാട്രിക് വിജയം തേടി വീണ്ടും പൊന്നാനിയിൽ നിന്ന് പാർലമെന്റിലേക്ക് എത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ET മുഹമ്മദ് ബഷീർ. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം AK ലതീഷ്. ആലപ്പുഴയിൽ ഉറച്ച വിജയപ്രതീക്ഷയോടെ ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ്. മണ്ഡലത്തിൽ ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിൽ LDFന് വിജയമുണ്ടാകുമെന്ന് ആരിഫ് കൈരളി ന്യൂസിനോട് പ്രതികരിച്ചു. ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥി വളരെയധികം പ്രതീക്ഷയിലാണ്. കാരണം മൃഗീയമായിട്ടുള്ള ഒരു ഭൂരിപക്ഷമാണ്, നമുക്ക് മണ്ഡലത്തിൽ കാണാൻ കഴിയാത്ത ഒരു ഭൂരിപക്ഷമാണ് ഇന്നലത്തെ വോട്ടിങ്ങിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ കൂടുതൽ പോളിംഗ് ശതമാനത്തെ കാണുന്നത്? അല്ല, പോളിംഗ് ശതമാനം കൂടിയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ അപേക്ഷിച്ച് പോളിംഗ് ശതമാനം കൂടി. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ അപേക്ഷിച്ചാണെങ്കിൽ പോളിംഗ് ശതമാനം കുറവാണ്, 1% കുറവാണ്. അപ്പം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ പോളിംഗ് ശതമാനം കൂടിയപ്പോൾ ഭൂരിപക്ഷം കൂടുകയാണ് ചെയ്തത് എൻ്റെ അരൂരിലെ സ്ഥിതി വെച്ച് നോക്കിയാൽ. അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ പോളിംഗ് ശതമാനം കൂടിയപ്പോൾ ഭൂരിപക്ഷം 39,000-ഓളം എത്തി. അപ്പോൾ പോളിംഗ് ശതമാനം കൂടിയാൽ ഉടനെ അത് LDFന് പ്രതികൂലമാകുമെന്ന് പറയുന്ന കണക്ക് ഒരിക്കലും വസ്തുതാപരമല്ല, അതാണ് അനുഭവം. അപ്പോൾ അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ള എൻ്റെ ഉറച്ച നിലപാടാണ്, ആ വിശ്വാസമാണ്. അത് ഉറപ്പായിട്ടും ഉണ്ടാകും. കാര്യം യാതൊരു തർക്കവും സംശയവും അണുവിട സംശയമില്ല. പൊതുവേ ഒരു പാർട്ടി സംവിധാനം അനുസരിച്ചിട്ട് എന്തായാലും ഈ സമയത്തിനുള്ളിൽ ഒരു ഏകദേശ കണക്കുകളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് പൂർണ്ണമായിട്ടും ഇപ്പം UDF ക്യാമ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് UDF സ്ഥാനാർത്ഥി വിജയിച്ച് നിൽക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളാണ്. പക്ഷേ ഇപ്പോൾ LDFന്റെ ഒരു കണക്കുകൂട്ടലും അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് പറയാൻ സാധിക്കുന്നത്? അല്ല, LDFന്റെ കണക്കുകൂട്ടൽ താഴെ നിലവാരത്തിൽ എടുക്കുന്ന കണക്ക് തെറ്റാറില്ല, അത് കൃത്യമാണ്. അതിനേക്കാൾ ഇപ്പോൾ തുറന്നു പറഞ്ഞാൽ, അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും തുറന്നു പറഞ്ഞാൽ, അരൂർ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ ഞാൻ മത്സരിക്കുമ്പോൾ താഴെ നിലവാരത്തിൽ നിന്ന് പറഞ്ഞ കണക്കനുസരിച്ച് 15,000 വോട്ടിന് ജയിക്കുന്നായിരുന്നു ഭൂരിപക്ഷം, 15,000 വോട്ടിന്. പക്ഷെ എണ്ണി നോക്കിയപ്പോൾ 38,519 വന്നു. അപ്പോൾ വെച്ചാൽ പണ്ടത്തെ പോലെ പാർട്ടി സഖാക്കൾ ആരെയും വിലയിരുത്താതെ ഉറച്ച വിശ്വാസമുള്ളത് മാത്രമേ കൂട്ടത്തുള്ളൂ. ആ ഉറച്ച വിശ്വാസമുള്ള വെച്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് എപ്പോഴും അതിൻ്റെ ഇരട്ടിയാകാറാണ് പതിവ്. നിലവിൽ അരൂർ MLA തന്നെയാണല്ലോ. നാളെ മുതലുള്ള ദൗത്യങ്ങൾ എന്തൊക്കെയാണ്? പുതിയ ചുമതല ഏറ്റെടുക്കുന്നത് വരെ പഴയ ചുമതല തുടരും, അതാണ് എൻ്റെ ശരി. ആ ശരി ചെയ്യും. പിന്നെ പുതിയ ചുമതലയുടെ ഭാഗമായി അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിൽ വല്ല അത്യാവശ്യ കാര്യങ്ങളുണ്ടായാൽ പോകും. ഇപ്പം ഇന്ന് രാവിലെ പിന്നെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ പ്രവർത്തകരെ RSS പ്രവർത്തകർ ഭീകരമായി വെട്ടുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവരെയൊക്കെ ഹോസ്പിറ്റലിൽ പോയി കണ്ടു. അതൊക്കെ പുതിയ ചുമതലകളുടെ ഭാഗമാണ്. അല്ലെങ്കിൽ നേരത്തെ പോകുന്ന പാർട്ടി പ്രവർത്തനം എന്നാലും പോയി കാണാൻ ബാധ്യതയുണ്ട്. എങ്കിലും ചിലപ്പോൾ അരൂരിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പെൻഡിങ് വെച്ചിട്ട് വൈകുന്നേരം പോകാതൊക്കെ വയ്ക്കും. ആ പ്രയോറിറ്റിയിൽ മാറ്റം വന്നു, അതാണ് ഇപ്പോൾ ഉണ്ടായത്. പൊതുവേ മണ്ഡലത്തിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധയായിരുന്നു എങ്കിൽ പോലും പൊതുവേ കേരളത്തിലെ ഒരു അവസ്ഥ എന്തായിരിക്കും ഒരു രാഷ്ട്രീയ നേതാവ് നിരീക്ഷകൻ എന്നുള്ള നിലയിൽ? LDFന് നല്ല മുൻതൂക്കം ഉണ്ടാവും, അത് യാതൊരു സംശയമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSSന്റെ പേര് പറഞ്ഞ് മുസ്ലിം കൺസോളേഷൻ, ന്യൂനപക്ഷങ്ങളുടെ കൺസോളേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചില സമുദായ സംഘടനകൾ ശ്രമിച്ചിരുന്നു. കോൺഗ്രസ്സിന് മാത്രമേ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയൂ എന്നുള്ള
അവരുടെ പല നിലപാടുകളും ബംഗാളിൽ മറിച്ചായിരുന്നു ആ സംഘടനകൾ തന്നെ. അപ്പം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളൊക്കെ എടുക്കുന്ന നിലപാട് പലയിടത്തും പലതാണ്. ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ന്യായം പറഞ്ഞു. ആ ന്യായം നിലനിൽക്കുന്നതല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ക്യാമ്പുകൾ തന്നെ പലരും അവരിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. പിന്നെ ഈ സംഘടനകൾ പറയുന്നതനുസരിച്ച് ജമാഅത്തെ ഇസ്ലാമിയോ കോൺഗ്രസിനെ കണ്ടിട്ടാണോ RSSകാർ ഇവിടുത്തെ അടുക്കളയിൽ കയറി കരച്ചട്ടി പോക്കാത്തത്? ഇടതുപക്ഷത്തെ ഭയന്നിട്ടാണ്. ഇടതുപക്ഷത്തിന് ശക്തി ഉണ്ടെങ്കിൽ ഇത് നടക്കൂല എന്നവർക്കറിയാം. അപ്പോൾ അത് ന്യൂനപക്ഷങ്ങൾ ചിന്തിക്കുന്നവരെല്ലാം ആ നിലയിൽ വിലയിരുത്തി വോട്ട് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വളരെയധികം വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. അത്തരത്തിൽ തന്നെ ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ LDF വിജയം 101% ഉറപ്പിക്കാനാകുമെന്ന് സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. പോളിംഗ് നിലയിലെ വർധന LDFന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു. വോട്ടെടുപ്പ് നടക്കുമ്പോൾ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സന്ദർശിക്കാനും കാറ്റും മഴയിലും നാശനഷ്ടങ്ങളുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കാനുമാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ദിവസം നീണ്ടുനിന്ന ശക്തമായ പ്രചാരണത്തിനൊടുവിൽ ഇന്നലെ വോട്ടെടുപ്പ് പൂർത്തിയായി. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ജയപരാജയങ്ങൾ വിലയിരുത്തപ്പെടുന്ന ദിവസമാണിന്ന്. അതിന്റെ ഭാഗമായിട്ടുള്ള യോഗങ്ങളിലേക്കൊക്കെ പങ്കെടുക്കുവാൻ സ്ഥാനാർത്ഥി പോകുന്നതിന് മുമ്പ് LDFന്റെ സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ നമ്മളുമായി അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. താങ്കൾ ഇന്നലെ വോട്ടെടുപ്പ് ദിവസം വിവിധ ബൂത്തുകളും മറ്റും സന്ദർശിച്ചിട്ടുണ്ടാവും. ഇന്നലത്തെ വോട്ടെടുപ്പ് ദിവസത്തെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇന്നലെ ഞാൻ പ്രധാനമായും സന്ദർശിച്ചത് LDFന്റെ ദുർബല കേന്ദ്രമാണ്. LDF 3-ാം സ്ഥാനത്തുള്ള മഞ്ചേശ്വരം, കാസർഗോഡ് മണ്ഡലങ്ങളിലെ ബൂത്തുകളിൽ. ആ ഉദുമയിൽ LDF വളരെ പിന്നോക്കം നിൽക്കുന്ന ബൂത്തുകളിൽ, കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ അത്തരം ബൂത്തുകളാണ് സന്ദർശിച്ചത്. അവിടെയൊക്കെ പോയപ്പോൾ വളരെ ആവേശകരമായ അനുഭവമാണ്. എല്ലാ ബൂത്തിലും പ്രത്യേകിച്ച് യുവതലമുറ, നവ വോട്ടർമാർ വലിയ ആവേശത്തോടുകൂടിയാണ് ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ നിശ്ചയമായും ഇലക്ഷൻ്റെ ശതമാനക്കണക്ക് കിട്ടിയപ്പോൾ മെച്ചപ്പെട്ട അഭിമാനകരമായ ഭൂരിപക്ഷത്തിനും LDF കാസർഗോഡ് മണ്ഡലത്തിൽ വിജയിക്കും. അതുകൊണ്ട് വളരെ ആത്മവിശ്വാസം കൂടിയാണ് ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 78.47% വോട്ടായിരുന്നു പോൾ ചെയ്തത്. ഇത്തവണ അത് 80.27% വർദ്ധിച്ചിരിക്കുന്നു. ഈ പോളിംഗ് ശതമാനം വർധനവ് അത് LDFന് ഗുണകരമാകുമോ ദോഷകരമായിട്ട് വരുമോ? ഗുണകരമാകും. LDFന്റെ കേന്ദ്രങ്ങളാണ് താരതമ്യേന വോട്ട് വർധന കൂടുതൽ. UDFന്റെ പ്രദേശങ്ങളിൽ ആ നിലവാരത്തിൽ വോട്ട് വർദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഏതാണ്ട് ഒരു 90,000 1 ലക്ഷത്തോളം വോട്ട് വർദ്ധിച്ചിട്ടുണ്ട്. നിശ്ചയമായും ആ വോട്ട് വർദ്ധിച്ച വോട്ടിൽ പിന്നെ പോളിംഗിൽ കൂടുതൽ ലഭിക്കുക LDFനാണ്. ഉള്ളതിൽ യാതൊരു ആശങ്കയില്ല. പ്രത്യേകിച്ച് കാണുന്നത് കാസർഗോഡ്, മഞ്ചേശ്വരം UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ BJPക്ക് നല്ല സ്വാധീനമുള്ള 2-ാം സ്ഥാനത്ത് BJP ആണ് നിലവിൽ. അങ്ങനെയുള്ള ഈ രണ്ട് മണ്ഡലങ്ങളിലെയും വോട്ട് ശതമാനം LDFനെ അപേക്ഷിച്ച് കുറവായിട്ട് കാണുന്നു. പക്ഷേ കഴിഞ്ഞ വർഷത്തെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടർമാരുടെ എണ്ണത്തിൽ, പോൾ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനമുണ്ട്. അങ്ങനെയൊക്കെ വിലയിരുത്തുമ്പോൾ അതൊരു വ്യത്യാസമായി നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുമോ? അല്ല, യഥാർത്ഥത്തിൽ കാസർഗോഡ്, മഞ്ചേശ്വരത്ത് ഒരു ആശങ്കയില്ല. കാരണം ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചില്ല, മഞ്ചേശ്വരം മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഒരുപക്ഷെ ഈ തെക്കൻ ഭാഗങ്ങൾ കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ജനങ്ങളുമായി ബന്ധമുള്ള ഒരു പ്രദേശമാണ് എനിക്ക് മഞ്ചേശ്വരം. അടുത്ത ഗ്രാമങ്ങളിലെ ജനങ്ങളെ പോലും എനിക്കറിയാം, അവർക്ക് എന്നെ അറിയാം. അപ്പം മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിൽ LDFന് ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനവും വോട്ടും ലഭിക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കും. ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് അതിലൊരു ആശങ്കയും ഇല്ല. തുളുനാട് നല്ലതുപോലെ LDFന്റെ കൂടെ നിൽക്കും. കാസർഗോഡും മഞ്ചേശ്വരം അസംബ്ലി മണ്ഡലങ്ങൾ ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ BJPയുടെ പ്രവർത്തനം നിർജ്ജീവമായിരുന്നു. ചില ബൂത്തുകളിൽ അവർക്ക് ഏജന്റുമാർ പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. അതെങ്കിലും തരത്തിലുള്ള അടിയൊഴുക്കുകൾക്ക് സാധ്യത താങ്കൾ ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും? അല്ല, അത് ഞാൻ പറഞ്ഞു. അതായത് BJPക്ക് 2014 1,70,000 വോട്ടാണുള്ളത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കിൽ 1,93,000 വോട്ടുണ്ട്. ഇത്തവണ അത് വെച്ച് നോക്കുമ്പോൾ അവരുടെ കണക്കൊക്കെ നോക്കി വർദ്ധനവിന്റെ ശതമാനം കൂട്ടിയാൽ ഒരു 2,00,000-2,50,000 വോട്ട് കിട്ടണം. അതിൽ കുറച്ച് വോട്ടുകൾ കോൺഗ്രസിന് പോകാൻ സാധ്യതയുണ്ട്. ഞങ്ങളത് കാണുന്നു. അങ്ങനെ പോയാൽ തന്നെ BJPക്ക് ലഭിക്കാൻ BJPയുടെ വോട്ട് കച്ചവടം നടത്തി ഒരു നിശ്ചിത വോട്ടുകൾ UDFന് കൊടുത്ത സാഹചര്യം ഉണ്ടായാലും അതിനെ മറികടന്നുകൊണ്ട് ജയിക്കാനുള്ള കരുത്ത് LDF ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിജയത്തെക്കുറിച്ച് ഒരു ആശങ്കയില്ല. താങ്കൾക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്ന അനുകൂല ഘടകങ്ങൾ, അതായത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങൾ വർക്കൗട്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് എത്രത്തോളം ആത്മവിശ്വാസം പകരുന്നുണ്ട്? അത് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം രാഷ്ട്രീയമായ കാര്യം തന്നെ. ദേശീയ രാഷ്ട്രീയം, കേരളത്തിലെ LDF സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, കഴിഞ്ഞ 15 വർഷം P. കരുണാകരൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയുണ്ട്. ഇത് അനുകൂല ഘടകങ്ങളിൽ ഒന്നും ധരിച്ചാൽ
ഈ കഴിഞ്ഞ ഒരു 40-45 വർഷക്കാലമായി ഇവിടെ വിദ്യാർത്ഥി രംഗത്ത് രംഗത്ത് എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തനമാണ്. അപ്പോൾ ആ നിലയിൽ വിവിധ വിഭാഗം ജനങ്ങളുമായിട്ട് ബന്ധമുള്ളൂ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുമായിട്ടും ബന്ധമുള്ളൂ. കോൺഗ്രസിലും ലീഗിലും മറ്റു പാർട്ടികൾക്കപ്പെട്ട ഒരുപാട് ആളുകൾ വളരെ ആത്മാർത്ഥമായി വിളിച്ച് എൻ്റെയും കുടുംബത്തിൻ്റെയും വോട്ട് നിങ്ങൾക്കാണ്, അതിനൊരു മാറ്റമില്ലാന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പും ഇന്നലെ രാത്രി ഒക്കെ വിളിച്ചു പറഞ്ഞത് വളരെ ആവേശകരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തന കാലയളവിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന, സാർത്ഥമായി തോന്നുന്ന കാര്യം. അതുകൊണ്ട് എനിക്കുറച്ച വിശ്വാസമുണ്ട്. കാരണം ഈ കാസർഗോഡ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനത്തിൽ എന്നെ നന്നായി അറിയാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നം വളരെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി LDF ജയിക്കും. ഈ കഴിഞ്ഞ 10-44 ദിവസത്തെ പ്രവർത്തനത്തിന്റെ രീതി എങ്ങനെയായിരുന്നു? അതായത് ഊണും ഉറക്കമില്ലാത്തത് തന്നെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. ഞാൻ ഭയപ്പെട്ടു. കാരണം ചിലപ്പോൾ എനിക്ക് ഈ മഴയെ കൊണ്ടാ പനിയൊക്കെ വരും. പക്ഷേ എന്തോ ഈ 45 ദിവസം ഒരു രാത്രി ഒരു 5 മണിക്കൂർ മാത്രം ഉറങ്ങി, രാവിലെ 6 മണിക്ക് പുറപ്പെട്ട് രാത്രി 12 മണിക്ക് വന്നിട്ട് ഒരു അസുഖം പിടികിട്ടില്ല. അതായത് ജനങ്ങൾ നൽകിയൊരു കരുത്താണ്. കുട്ടി ഓരോ സ്വീകരണം, ഇപ്പം ഞാൻ പറഞ്ഞു 562 സ്വീകരണ കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 4 ലക്ഷം വോട്ടർമാരെ നേരിട്ട് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ കൊച്ചു കുട്ടികളുണ്ട്, അതുപോലെ ചെറുപ്പക്കാർ, കൗമാരക്കാർ, യുവതി-യുവാക്കൾ, ആബാലവൃദ്ധം ജനങ്ങൾ, അവരുടെ ഒരു വലിയ കളകി മറിയലായിരുന്നു, ഒരു ആരവമായിരുന്നു, ഒരു സമുദ്രഗർജനം പോലെ. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയണ്ട, അത് നൽകിയൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. ആ പോസിറ്റീവ് എനർജിയാണ് ഒരസുഖവും വരാതെ. എനിക്ക് കരസരായ നടുവേദന ഒരാളാണ് ഞാൻ, പക്ഷെ ഒരിക്കലും നടുവേദന ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം എനിക്ക് തോന്നുന്നത് ഈ നമ്മൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് ഏത് മരുന്നിനേക്കാൾ ഫലപ്രദമാണ്. അത് അത്ഭുതകരമായൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നത്. ഈ 45 ദിവസം വിശ്രമമില്ലാതെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്നിപ്പോൾ അത് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ ദിവസം കിട്ടുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ദിവസമാണ്, വിശ്രമം എടുക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷേ വീട്ടിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഇന്നിപ്പോൾ 11 മണിക്ക് കളക്ടർ വിളിച്ച ഇലക്ഷൻ യോഗമാണ്. പിന്നാലത്തെ വേനൽ മഴയിൽ കുറച്ച് നാശനഷ്ടങ്ങൾ സംബന്ധിച്ചൊക്കെ പോകണം. ഇന്ന് ചില സഹാക്കൾ പരിക്ക് പറ്റിയ ആസ്പത്രിയിലുണ്ട്, അവരെ ചെന്ന് കാണണം. അപ്പം അങ്ങനെ വിശ്രമിക്കാൻ പൊതുപ്രവർത്തകരാവില്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി KP സതീഷ്ചന്ദ്രൻ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. 101% വിജയം അദ്ദേഹം ഉറപ്പിച്ചിരിക്കുകയാണ്. ക്യാമറാമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, കൈരളി ന്യൂസ്, കാസർഗോഡ്.